إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. നാളെ പരലോകത്തേക്ക് ഒരുക്കുന്ന വിഭവത്തിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്. അല്ലാഹു തആല പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ വിഭവം ഒരുക്കുക. നിങ്ങൾ ഒരുക്കുന്ന യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്, അവന്റെ കൽപ്പനകൾ അനുസരിക്കലും വിരോധനങ്ങൾ ഒഴിവാക്കലുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു തആല പറയുകയാണ്, ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരാൾ അവന്റെ ഹവയെ പിൻപറ്റുക എന്നുള്ളത്, ഒരാൾ അവന്റെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത്. അതിന്റെ അപകടം ധാരാളം മേഖലകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദീനിലും ദുനിയാവിലും പരലോകത്തിലും അവനുണ്ടാക്കുന്ന നാശങ്ങൾ അതിലൂടെ അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ബാധിക്കുന്ന എല്ലാ ഷർറിന്റെയും അടിസ്ഥാനം അവന്റെ ഹവയെ പിൻപറ്റലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അവന്റെ ഇച്ഛയെ മാത്രം പിൻപറ്റി ജീവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവന്റെ ഹവയെ അതാ ഇലാഹാക്കിയിരിക്കുന്നു എന്ന് തന്നെ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. നീ കണ്ടിട്ടില്ലേ ഒരുവൻ അവനതാ അവന്റെ ഇലാഹായിക്കൊണ്ട് അവന്റെ ഇച്ഛയെ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ സ്വന്തം ഇച്ഛകളെ അവൻ അന്ധമായി പിൻപറ്റുന്നത് വഴി, അത് മാത്രം ചെയ്യുന്നത് വഴി, അതിനെ പിന്തുടരുന്നത് വഴി അവനതാ അവയെ ഇലാഹാക്കിയിരിക്കുന്നു. വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, കൃത്യമായി അറിവോടുകൂടി അതാ അല്ലാഹു തആല അവനെ വഴികേടിലാക്കിയിരിക്കുകയാണ്. വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ, ഹഖ് മനസ്സിലാക്കാനുള്ള അവന്റെ കേൾവിയിലും അവന്റെ ചിന്തയിലും അവന്റെ കാഴ്ചയിലും അല്ലാഹു തആല സീൽ വെക്കുകയും മറയിടുകയും ചെയ്തിരിക്കുന്നു. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അല്ലാഹുവിന് ശേഷം ആരാണ് അവന് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ളത്? അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങളെ, നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഏതൊരു മേഖലയിലും നാം നമ്മുടെ ഇച്ഛയാണോ പിൻപറ്റുന്നത്, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഹുദയെ, അല്ലാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശനത്തെയാണോ പിൻപറ്റുന്നത് എന്ന്, അതല്ല സ്വന്തം ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അല്ലാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞു, വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ്, നീ നിന്റെ ഇച്ഛയെ പിൻപറ്റുകയാണ് എങ്കിൽ നിന്നെ നേരായ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് വഴികേടിലാക്കുന്നതാണ്. സഹോദരങ്ങളെ, എല്ലാ ഷർറിന്റെയും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം അവന്റെ ഇച്ഛയെ പിൻപറ്റലാണ്. മനുഷ്യർ വിദഅത്തിലേക്ക്, പഴച്ച വിശ്വാസങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും പോകുന്നതിന്റെ അടിസ്ഥാനം അവന്റെ ഇച്ഛയെ പിൻപറ്റലാണ്. അതുകൊണ്ടാണ് സലഫുകൾ ബിദഅത്തിന്റെ ആളുകളെ അഹ്ലുൽ ബിദഅനെ അഹ്ലുൽ അഹ്വാ, ഹവയുടെ ആളുകൾ എന്ന് പറയാനുള്ള കാരണം. അത് മുഖേന ശിർക്കിലേക്കും കുഫറിലേക്കും എത്താനുള്ള കാരണം അവരെ ഹവയെ പിൻപറ്റലാണ്. എന്താണ് ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എന്താണ് ഹവ? ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ കുല്ലു മൻ ഖാലഫൽ ഹഖ് വമിനൽ അഖ്വാലി വൽ അഫ്ആലി വൽ മഖാസിദ്, ഹഖിനോട് എതിരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങളോട് എതിരാവുക, സലീമായ ഒരു ബുദ്ധിയോട് എതിരാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എതിരായി നിൽക്കുന്നതിനാണ് ഹവ എന്ന് പറയുന്നത്. അത് വാക്കാവട്ടെ, പ്രവർത്തനമാവട്ടെ, ഉദ്ദേശങ്ങളാവട്ടെ, സ്വന്തം ഇച്ഛയെ മാത്രം പിൻപറ്റിക്കൊണ്ട് യാതൊരു പ്രമാണവുമില്ലാതെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കെതിരായി കൊണ്ട് ജീവിക്കുന്നവർ അവർ ഹവയെ പിൻപറ്റുന്നവരാണ്. അവർ വഴികേടിലേക്ക് എത്തുകയുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ അഹ്ലുൽ കിതാബുകാർ, ജൂതനസാറാക്കൾ, അതുപോലെ തന്നെ മുശ്രിക്കീങ്ങൾ, അവരുടെ ദീനിൽ അഥവാ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോകാനുണ്ടായ കാരണം, യഥാർത്ഥ വിശ്വാസത്തിൽ തെറ്റാനുള്ള കാരണം അവരവരെ ഹവയെ പിൻപറ്റിയതാണെന്ന് അല്ലാഹു തആല പറഞ്ഞു കാണാം. അല്ലാഹു തആല പറഞ്ഞു മുശ്രിക്കീങ്ങളെ പറ്റി, ഇയത്തബിഊന ഇല്ലദ്ദൻ വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിൻ റബ്ബിഹിമുൽ ഹുദാ. അവർ അവരുടെ ഇച്ഛയെ പിൻപറ്റി. അവർക്ക് എന്താണോ അവരുടെ സ്വന്തത്തിൽ തോന്നിയത് അത് പിൻപറ്റി. ഊഹങ്ങളെയാണ് അവർ പിൻപറ്റിയത്. അള്ളാഹുവിൽ നിന്ന് നേർമാർഗം അവർക്ക് വന്നെത്തിയിരുന്നു. അവരിലേക്ക് റസൂലുകൾ വന്നെത്തിയിരുന്നു. അവർക്ക് കിതാബുകൾ ഇറങ്ങിയിരുന്നു. ഇതാ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഇവിടെയുണ്ട്. ദീനി നിയമങ്ങൾ ഇവിടെയുണ്ട്. ഇതിനെതിരായി കൊണ്ട് ഇച്ഛയെ പിൻപറ്റി ജീവിച്ചതുകൊണ്ടാണ് അവർ വഴികേടിലായത്. മറ്റൊരായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, റസൂലെ, ഈ ജൂതനസാറാക്കളും മുശ്രിക്കീങ്ങളും ഒന്നും നിനക്ക് ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ, നിനക്ക് മറുപടി തരുന്നില്ല എങ്കിൽ, ഈ ഹഖ് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, ഫഅലം, നീ മനസ്സിലാക്കുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അവല്ല മിമ്മൻ ഇത്തബഅ ഹവാ ബിഗൈരി ഹുദൻ മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവർ അവരുടെ ഇച്ഛയാണ് പിൻപറ്റുന്നത്, അവരവരുടെ ഹവയാണ് പിൻപറ്റുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ആ വഴികേടിലാകുന്ന അവസ്ഥയിൽ നമ്മൾ ആകാൻ പാടില്ല. സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നതിൽ നിന്ന് മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ പഠിപ്പിച്ചു തന്നുവോ, സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, ആ ദീനിന്റെ നിയമത്തിൽ ഉൾക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ നമ്മുടെ സ്വഭാവമാവട്ടെ, വസ്ത്രമാവട്ടെ, പെരുമാറ്റമാവട്ടെ, അങ്ങനെ തുടങ്ങി വിശ്വാസവും കർമ്മവുമാകുന്ന എല്ലാ മേഖലകളിലും ആ ഒരു മാനദണ്ഡം നാം പാലിച്ചിരിക്കണം. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, മാ ദക്കറല്ലാഹുൽ ഹവാ ഫിൽ ഖുർആൻ ഇല്ലാ ദമ്മഹു. ഹവയെ പറ്റി, ഇച്ഛയെ പറ്റി അല്ലാഹു തആല പരാമർശിച്ചത് ഖുർആനിൽ ദമ്മിന് വേണ്ടിയിട്ടല്ലാതെ ഇല്ല, അഥവാ ആക്ഷേപിച്ചുകൊണ്ട് പറയാനല്ലാതെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സലഫുകൾ പറഞ്ഞത് കാണാം, അൽ ഹവാ ജാഉൻ വ മുഖാലഫതുഹു ദവാഉൻ. ഇച്ഛയെ പിൻപറ്റുക, ഇച്ഛ എന്നുള്ളത് രോഗമാണ്, അതിനെതിരായി നിൽക്കുക എന്നുള്ളതാണ് അതിന് ശമനമുള്ള കാര്യം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം, ഇദാ അസ്ബഹ അർ-റജുലു ഇജ്തമഅ ഹവാഹു വ അഖ്ലുഹു. ഓരോ ദിവസവും പ്രഭാതത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ഒരു മനുഷ്യന്റെ ഹവയും അവന്റെ ഭാഗത്തുണ്ടാകും, അവന്റെ വിവേകവും ഉണ്ടാകും. എന്നിട്ട് ഫൈൻ കാന അഖ്ലുഹു താബിഅൻ ലിഹവാഹ്, അവന്റെ വിവേകം എന്നുള്ളത് അവന്റെ ഇച്ഛയെ, ഹവയെ പിൻപറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഫയൗമുഹു യൗമു സൂഇൻ, അവന്റെ ദിവസം ഏറ്റവും മോശമായതായിരിക്കും. വൈൻ കാന ഹവാഹു തബഅൻ ലിഅഖ്ലിഹി ഫയൗമുഹു യൗമു സലാഹിൻ. അതേസമയം അവന്റെ ഇച്ഛ, അവന്റെ വിവേകം, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ഹക്കിനെ പിൻപറ്റുന്ന വിവേകത്തിനെയാണ് അനുസരിക്കുന്നതെങ്കിൽ, പിൻപറ്റുന്നതെങ്കിൽ അവന്റെ ദിവസവും ഏറ്റവും ഉത്തമമായതുമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഹവയെ, ഇച്ഛയെ, നമ്മുടെ തോന്നലുകളെ. നമുക്ക് തോന്നിയതുപോലെയാണ് എന്റെ ദീൻ, എനിക്ക് തോന്നിയതുപോലെയാണ് എന്റെ വേഷം, എനിക്ക് തോന്നിയതുപോലെയാണ് എന്റെ സംസ്കാരം, എനിക്കിതിൽ തെറ്റൊന്നും തോന്നുന്നില്ല, ആര് പറഞ്ഞാലും ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക. അതല്ല ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അവൻ ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്, സ്വഹാബികൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, അതാണ് ഞാൻ പിൻപറ്റേണ്ടത് എന്നതിലേക്ക് എത്തുമ്പോഴാണ് അവൻ ഹവക്കെതിരാവുക. ഇനി സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ ഹവക്കെതിരായിട്ടുള്ള പരിശ്രമത്തിൽ മുന്നേറുക? പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അസീമത്തു സാദിഖ, സത്യസന്ധമായ ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് കാര്യത്തിലും ഇതാ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിനെ മാത്രമേ ഞാൻ പിൻപറ്റുകയുള്ളൂ. എനിക്ക് എത്ര ശരിയായി മറ്റൊന്ന് തോന്നിയാലും, എന്റെ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അള്ളാഹുവും റസൂലും പറഞ്ഞതാണ് ഞാൻ അനുസരിക്കുകയുള്ളൂ, അതിനോട് ചേർന്നിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നുള്ള ദൃഢമായ നിശ്ചയം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് സ്വബറാണ്, അതിൽ ഉറച്ചു നിൽക്കുന്ന, ക്ഷമയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. ആളുകളെല്ലാം നമുക്കെതിരായേക്കാം,
ആളുകളെല്ലാം നാം പറഞ്ഞതിന് അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനെതിരായി ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇല്ല, അള്ളാഹും റസൂലും പറഞ്ഞ ഭാഗത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. മൂന്നാമത്തെ ജിഹാദുൻ നഫ്സാണ്. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുക. സ്വന്തം നഫ്സിന്റെ ഇച്ഛകൾക്കെതിരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ നഫ്സിനെ അതവ് പഠിപ്പിക്കുന്ന, ആ ഇച്ഛയെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിൽ പരിശ്രമത്തിൽ മുന്നേറുക. നാലാമത്തെ തഫക്കുറാണ്, ഉറ്റാലോചിക്കുക. സഹോദരങ്ങളെ, ഈ അള്ളാഹുവിനെയും റസൂലിനെയും ഈ ദീനിനെയും അനുസരിക്കുന്നത് മുഖേന ദുനിയാവിലും പരലോകത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുക. അതല്ല സ്വന്തം ഇച്ഛയാണ് പിൻപറ്റുന്നതെങ്കിൽ അത് മുഖേന എനിക്കുണ്ടാവുന്ന നാശങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക. അഞ്ചാമത്തേത് സഹോദരങ്ങളെ ദുആ ആണ്. അള്ളാഹുവിനോട് അതിയായി ദുആ ചെയ്യുക സ്വന്തം ഇച്ഛയുടെ ഷർറുകളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മോശപ്പെട്ട വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വല്ല അഅ്മാൽ, അതുപോലെ തന്നെ മോശമായ കർമ്മങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വല്ലഹ്വാ, അതുപോലെ തന്നെ ഇച്ഛകൾ, തെറ്റിപ്പോകുന്ന പിഴച്ചു പോകുന്ന ഇച്ഛകൾ, അവയെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല ഹവയെ പിൻപറ്റാതെ ദീനിന്റെ നിയമങ്ങളെ പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം താക്കീത് നൽകിയിട്ടുള്ള, ഖുർആനെ ദം ചെയ്തുകൊണ്ട് മാത്രം, ആക്ഷേപിച്ചുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ള ഈ ഹവയാണ് സഹോദരങ്ങളെ ഏതൊരു പാപിയെയും പാപത്തിലേക്ക് നയിച്ചത്. ഏതൊരു ബിദ്അത്തുകാരനെയും ബിദ്അത്തിന്റെ ചിന്താഗതികളിലേക്കും കർമ്മങ്ങളിലേക്കും നയിച്ചിട്ടുള്ളത്. ഏതൊരു പിഴച്ച വിശ്വാസത്തിലേക്കും ആ വ്യക്തികളെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് വഴികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമുക്കുള്ള മാർഗം. ആരാണോ ഹവയെ പിൻപറ്റുന്നത് അവൻ ഏറ്റവും വലിയ വഴികേടിലേക്കും നഷ്ടത്തിലേക്കും നാളെ പരലോകത്ത് നരകത്തിന്റെ അവകാശിയായി തീരുകയുമാണ് ചെയ്യുക. എന്നാൽ ആ ഹവക്കെതിരെ നിൽക്കുന്നവനോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥാനത്തെ ഭയപ്പെടുന്നത്. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക എന്നല്ലാതെ എന്നെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച, എന്നെ പുരുഷനും സ്ത്രീയുമാക്കിയ, എനിക്കുള്ള ഉപജീവനം ഈ ഭൂമിയിൽ ഒരുക്കിയ, എന്റെ അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് എന്നെ നിയോഗിച്ച, എന്റെ അനുവാദമില്ലാതെ എന്നെ മരിപ്പിക്കുന്ന, എന്നോട് അനുവാദം ചോദിക്കാതെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ഇച്ഛയോ എന്റെ ഇഷ്ടമോ എന്റെ ആഗ്രഹമോ അല്ല, ആ റബ്ബ് പഠിപ്പിച്ച, ആ റബ്ബ് നിയോഗിച്ച റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ഈ ദീനിന്റെ നിയമങ്ങൾ, അതെനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അതെനിക്ക് ശരിയായി തോന്നിയാലും ഇല്ലെങ്കിലും, അതെന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അതേ ഞാൻ അനുസരിക്കുകയുള്ളൂ, അതേ ഞാൻ പിൻപറ്റുകയുള്ളൂ, അതിൽ മുറുകെ പിടിച്ചുകൊണ്ടേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന നിലക്ക് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ട ആ ദിവസത്തെ, അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ട ആ ദിവസത്തെ ഭയപ്പെടുന്നവൻ ആരാണോ, സ്വന്തം മനസ്സിന്റെ ഇച്ഛയെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ കീഴൊതുങ്ങിയവൻ ആരാണോ, അവന് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥാനം, അവന് അഭയസ്ഥാനമായിട്ടുള്ളത് സ്വർഗമാണ്. അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള സ്വർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുക, എന്റെ ഇഷ്ടത്തെ പിൻപറ്റുക എന്നുള്ള പിഴച്ച വാക്ക് ഇന്ന് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിലും ആ ഒരു വാദം കാണാം. എന്നാൽ സഹോദരങ്ങളെ, അല്ല, ഹഖ് എന്ന് പറഞ്ഞാൽ അത് മാ ഖാല അല്ലാഹ്, എന്താണോ അല്ലാഹു പറഞ്ഞത്, വമാ ഖാല റസൂലുള്ളാഹ്, എന്താണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഫഹ്മുസ് സഹാബ, അതെങ്ങനെയാണോ സഹാബികൾ മനസ്സിലാക്കിയത്, അതാണ് ഹഖ്. അതിനെതിരാകുന്നതെല്ലാം ഹവയെ പിൻപറ്റലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കുക. ഏത് നിമിഷവും നമ്മിലേക്ക് വന്നെത്താവുന്ന മരണം, അതിനുശേഷമുള്ള പരലോക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക, എല്ലാം നഷ്ടപ്പെട്ടൊറ്റക്കാകുന്ന ആ ദിവസത്തിന് വേണ്ടി എപ്പോഴും ഓർത്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ഹബ് ലനാ
من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.